എൻ്റെ അമ്മ മത്തൻ ഇവിടെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പി ആട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത്. വെറുതെ കോരി കഴിക്കാൻ പോലും ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ ചോറുക്കും കഞ്ഞിക്കും കൂട്ടണേക്കാൾ ഇഷ്ടം എനിക്ക് വെറുതെ കോരി തിന്നാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. നമ്മുടെ മത്തൻ ഇതാ അവിടെ ഇങ്ങനെ ഒരു കഷ്ണമാണ്, അത്യാവശ്യം നല്ല വലിയ പീസാണ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളപ്പയറും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുക്കറിലോട്ട് കുതിർത്തിയിട്ടുള്ള വെള്ളപ്പയറാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. നല്ല കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർത്തിട്ട് നമുക്കത് കുക്കർക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 കപ്പൊക്കെ എടുത്താൽ മതി. അതിലോട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉള്ള മത്തൻ കേട്ടോ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് എത്ര ചെറുതാക്കിയിട്ടും കാര്യമില്ല, ഇനിയിപ്പോൾ വലുതാക്കിയിട്ടും കാര്യമില്ല. ഇത് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഉടയും. അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാട്ടോ ഉള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് അതിക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും പച്ചമുളക് കൂടി ചേർത്തതിന് ശേഷം അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തതിൻ്റെ കൂടെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ നിറച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയും ചേർത്തിട്ട് പിന്നെ നമുക്ക് അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ഒരു പയറൊന്ന് വെന്ത് കിട്ടാൻ അത്യാവശ്യം വെള്ളം വേണം. ഒരു 1/2 ഗ്ലാസ്സൊക്കെ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഒരുപാടാവുമ്പോൾ പിന്നെ അത് വറ്റിച്ചെടുക്കാൻ കുറേ ബുദ്ധിമുട്ടും. അപ്പോൾ എന്തായാലും അത് വേവിക്കാൻ വേണ്ടി വെക്കുക. അത് വേവിക്കുന്ന ടൈമോട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതുമാതിരി 1 കപ്പ് നിറയെ തേങ്ങ ചിരവിയതാണ് കേട്ടോ ഞാൻ മിക്സിയുടെ ജാറൊക്കെ എടുത്തിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക, അതായത് ചെറിയുള്ളി. അതിൻ്റെ ഒപ്പം ഞാൻ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല അരച്ചെടുക്കണം. നല്ല കുറച്ച് വെള്ളം മതി, വെള്ളം കൂടാണ്ട് നോക്കണം കേട്ടോ. അതായത് ഇതുപോലെ നന്നായി അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ വെന്ത് വന്നിട്ടുള്ള മത്തനും വെള്ളപ്പയറും ഇവിടെ ആവിയൊക്കെ പോയ ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുള്ളത്. നമ്മുടെ മുകളിലിട്ട പച്ചമുളക് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് ഇളക്കുമ്പോഴത്തേനും ആ മുളക് അതിൽ ഒന്നാകെ ഉടയും. അപ്പോൾ ഒരുപാട് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളുമ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതെടുത്ത ശേഷം ഞാനിത് നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയപ്പോൾ അടിയിൽ ചെറിയ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് കത്തിച്ചപ്പോൾ അതങ്ങ് വറ്റുകയും ചെയ്തു കുറച്ചൊക്കെ. പിന്നെ നമുക്ക് അതിക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ അരപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ഇനി പണികളൊന്നുമില്ല. എന്നാലും നമ്മളിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കടുക് വറുക്കുന്നത്. അപ്പോൾ ചിലർ കടുക് വറുക്കുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുക്കാണ്ടിയും ഉപയോഗിക്കുക. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നിൽ തൂമിക്കുക അല്ലെങ്കിൽ താളിക്കലൊക്കെ പതിവാണല്ലോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ അതൊന്ന് കടുക് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടാവുമ്പോൾ 1/2 ടീസ്പൂണ് കടുകും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. അതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്താലും മതി. കൂടെ തന്നെ വേപ്പിൻ്റെലയും കൂടി ചേർത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോൾ നമുക്കത് നേരെ നമ്മുടെ കൂട്ടാനിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇനി വേറെ പണിയൊന്നുമില്ല. നല്ലോണം ആ ചൂടോട് കൂടിയിട്ടുള്ള എണ്ണ ഒന്നല്ല അതിൻ്റെ കൂട്ടത്തിൽ അതങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തുകൊണ്ട് വേണം കേട്ടോ ചൂടോട് കൂടി കഴിക്കാനും. ഇനിയിപ്പോൾ ചൂടാറിയാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.